മാമൻസിൻ്റെ ദിനീഷിൻ്റെ മകനും അതുപോലെ മാമൻസിലെ വിജീഷിൻ്റെ മകനും രണ്ടുപേർക്കുള്ള ഒരു അനുമോദനം ഈ ചടങ്ങിൽ വെച്ച് നടത്തുകയാണ്. അതിനുവേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട മെമ്പറെ ക്ഷണിക്കുന്നു. ലിനീഷിൻ്റെ മകൻ അലൻ തേജിനെ അമ്മയോടൊപ്പം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ അരയായ ഷീന അവർകളാണ്. നല്ലൊരു കൈയ്യടി, എല്ലാവരും കൈയ്യടി പോരട്ടെ. ഓക്കെ, താങ്ക് യു ആൾ. ചേട്ടന്മാരൊക്കെ കൈയ്യടിക്കുക. താങ്ക് യു ആൾ. മഴയത്തും വെയിലത്തും പോവരുതേ നീ, നാടിന്റെ വെട്ടം കളയരുതേ. നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ, നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ, നീ തന്ന കുഞ്ഞ് നുറുങ്ങുവെട്ടം മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ. എങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ പൊന്നു വിളയുന്ന പാടത്തും നാട്ടിലും നാനായിടത്തും നീ പാരിയില്ലേ. പൊന്നു വിളയുന്ന പാടത്തും നാട്ടിലും നാനായിടത്തും നീ പാരിയില്ലേ. പള്ളിക്കൂടത്തിനകമ്പടിയില്ലാതെ, പള്ളിക്കൂടത്തിനകമ്പടിയില്ലാതെ പുന്നാരപ്പാട്ടു നീ പാടിയില്ലേ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ. എങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടേ. മിന്നാമിനുങ്ങേ. ഏറ്റുപോകാൻ വേണ്ടി രവിയേട്ടനെയും കൊടുക്കാൻ വേണ്ടി ലിജിയേട്ടനെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ പേര് വായിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള പേപ്പറിൽ പേരെഴുതിയില്ലെങ്കിലും പേരും നമ്മുടെ നമ്പർ ഒന്ന് ആ മേലെ എഴുതി വെക്കണം. ഒന്ന് എഴുന്നേരുന്നാൽ മതി. എത്ര പേര് വിളിക്കുന്നവരൊന്ന് എഴുന്നേരുന്നായി. 2 അനാമിക, 3 ആര്യനന്ദ, നമ്പർ അതിലേതാണ്, നമ്പർ പേര് 4 മൈഥിലി, 5 ഷാലു, 6 ആലിസ്, 7 മേഘ്ന, 8 ഗീത, 9 ആശാ ബിബി, 10 ജിൻസി, 11 ഷാൻ അലി, 12 സൂരിമ MK, 13 അലൻ തേജ്, 13 അലൻ തേജ്, 14 മിഹിർ കിരൺ കൈവന്നിച്ച്, 15 ആശ്ലി കൃഷ്ണ, 16 ആദിത്യ കൈകാണത്തില്ല, 17 വിഷയൻ, 18 സായ്ദേവ്, 19 അഷ്മിക, 20 ഘനശ്യാമ, 21 മിലൻ കൃഷ്ണ, 22 മുഹമ്മദ് ഗസൽ, 23 ആർജവ്, 24 അലീന, 25 ലിഷ, 26 നീലെഴുതി. ആരംഭിക്കാനായി നമ്മുടെ പ്രിയപ്പെട്ട പ്രേം മാഷെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. തുടങ്ങുന്നതിന്റെ മുന്നോടിയായി എന്നൊന്ന് വിശാലമായി പരിചയപ്പെടുത്തണമെന്നാണ് പറയുന്നത്. എന്നെ അറിയാവുന്ന ആളുകളാണ് അധികവും ഉള്ളത്. പ്രേംമാഷ് എന്നാണ് വിളിക്കുന്നതെങ്കിലും എൻ്റെ മുഴുവൻ പേര് പ്രേമചന്ദ്രൻ എന്നാണ്. കാവിലുംപാറ ഗവൺമെൻറ് ഹൈസ്കൂൾ ഹെഡ് മാഷായിട്ട് റിട്ടയർ ചെയ്തതാണ്.
തെറ്റായിട്ട് കുറച്ചായി, കുറച്ച് പ്രായമെല്ലാം ഉണ്ട്. പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളെല്ലാം ചിലപ്പോൾ ഉണ്ടാവും. പ്രവർത്തിക്കുന്നുണ്ട്, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തകനാണ്, പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രവർത്തകനാണ്. അങ്ങനെ പല മേഖലയിലും പ്രവർത്തിക്കുന്നുണ്ട്. വൃദ്ധശാലാ സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ചെറുപ്പരെ അല്ലേ താമസിക്കുന്നത് നടുപ്പേൽ റോഡിൽ ഇവിടുന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ താഴെയുള്ളൂ. കളമുള്ളതിൽ പിടിയാന്ന് പറയും, അവിടെയാണ് താമസിക്കുന്നത്. നമുക്ക് തുടങ്ങാം. ഭരണഘടനയുടെ ആമുഖം എല്ലാവരും വായിച്ചിട്ടുണ്ടോ? ഈ പുസ്തകത്തിന് ഒരു ആമുഖം ഉണ്ടാവും അല്ലേ? ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖമുണ്ട്. എല്ലാവരും വായിച്ചിട്ടുണ്ടോ? ചെറിയ കുട്ടികളൊന്നും വായിച്ചിട്ടുണ്ടാവില്ല. ഉണ്ടാവോ? ഇല്ല. നിങ്ങളും വായിച്ചിട്ടുണ്ടോ? ഭരണഘടന ആമുഖം വായിച്ചിട്ടുണ്ടോ? അപ്പൊ ആമുഖം വായിച്ചുകൊണ്ട് തുടങ്ങാം. ഞാൻ വായിക്കാം, നിങ്ങൾ എല്ലാം എന്ത് ചെയ്യണം, എന്നോടൊപ്പം ഒന്ന് വായിക്കണം കേട്ടോ. ഞാൻ പറയുന്നത് ചെയ്യണം, നിങ്ങൾ നേരിട്ട് വായിക്കണം. എല്ലാവരും വായിക്കണേ കേട്ടോ. ഭരണഘടനയുടെ ആമുഖമാണ്, ഇന്ത്യൻ ഭരണഘടന ആമുഖം. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്ത, ആശയാവിഷ്കാരം, വിശ്വാസം, ഭക്തി, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വെച്ച് 1949 നവംബറിൻ്റെ ഈ 26-ാം ദിവസം ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം. 1949 നവംബർ 26-നാണ് ഇത് ഭരണഘടനാ അസംബ്ലി അംഗീകരിച്ചു. ഭരണം ഉണ്ടാക്കുന്നില്ല, നമ്മുടെ രാജ്യം അത് അംഗീകരിച്ച് നിയമമാക്കിയത്. 20 ചോദ്യങ്ങൾ ചോദിക്കും. ടൈ വന്നാൽ ഒരു ടൈ ബ്രേക്ക് ചെയ്യണം, വേണ്ടേ? 5 ചോദ്യങ്ങൾ ടൈ ബ്രേക്ക് ചോദിക്കും. എന്തിനും ടൈ വന്നാൽ പിന്നെ നമുക്ക് അന്നേരം ആലോചിക്കാം അല്ലേ, എന്താ വേണ്ടത്? ശരി, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. 20-ലെ ഒന്നാമത്തെ ചോദ്യം, ഈ നമ്മളിപ്പോൾ വായിച്ച ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഈ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? കുട്ടികൾക്ക് കൊടുക്കുന്ന പുരസ്കാരങ്ങളാണ് പത്മ പുരസ്കാരങ്ങൾ. കേട്ടിട്ടുണ്ടല്ലോ, പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഇതൊക്കെയാണ് പത്മ പുരസ്കാരങ്ങൾ എന്നറിയപ്പെടുന്നത്. എപ്പോൾ എല്ലാ കൊല്ലവും എല്ലാ വർഷവും ഈ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ച് നൽകുന്നത് ഒരു പ്രത്യേക ദിവസമാണ്. ഏത് ദിവസമാണ് പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ച് നൽകുന്നത്? ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് എഴുതിയാൽ, ഡേറ്റ് എഴുതണമെന്നില്ല, ഡേറ്റ് എഴുതിയാൽ കുഴപ്പമൊന്നുമില്ല. പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ച് നൽകുന്നത് എല്ലാ വർഷവും ഒരു പ്രത്യേക ദിവസത്തിലാണ്. ഏതാണ് ആ ദിവസം? മൗലികാവകാശങ്ങളുമുണ്ട്, പൗരന്മാർക്കുള്ള അവകാശങ്ങളുമുണ്ട്, പൗരന്മാരുടെ കടമകളുമുണ്ട്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്ന് അറിയപ്പെടുന്നതാണ്.
ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ഭരണഘടന രൂപപ്പെടുത്തുമ്പോൾ ഭരണഘടനാ അസംബ്ലിയിലുള്ള ആളുകൾ 126 രാജ്യങ്ങളുടെ ഭരണഘടന പരിശോധിച്ചിട്ട് അതിൽ ഓരോന്നും എടുത്തിട്ടാണ്, കുറേ സ്വന്തമായും കുറേ പല രാജ്യങ്ങളുടെയും ഭരണഘടന, അതായത് നമുക്ക് സ്വീകാര്യമായ ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ്. അതിലൊരു പ്രധാനപ്പെട്ട ആശയം സമത്വം എന്നാണ്. സമത്വവും സഹോദര്യമാണ്. ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് സ്വീകരിച്ചത്? ഗാന്ധിജിയെ നമുക്ക് വിസ്മരിക്കാൻ കഴിയുമോ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഊർജം നൽകിയത്, ജീവനും ഊർജവും നൽകിയത് ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങളാണ്. നമുക്കറിയാം, ഗാന്ധിജിയുടെ ഒരു ഇഷ്ട ഗാനമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ടോ? ഗാന്ധിജിയുടെ പോകുമ്പോൾ പാടുന്നൊരു പാട്ടാണ്. ഒരു ഗുജറാത്തി കവിയാണ് ഈ കവിത എഴുതി കൊടുത്തത്, ഈ പാട്ട് എഴുതി കൊടുത്തത്. ആ കവിയുടെ പേരെന്താ? ഗാന്ധിജിയുടെ ഇഷ്ടഗീതമായ വൈഷ്ണവ ജനതോ തേനെ കഹിയെ എന്ന ഗാനം എഴുതിയ ഗുജറാത്തി കവി ആരായിരുന്നു? അയാളുടെ പേരെന്താ? കഴിഞ്ഞില്ല? ശരി, പേനല്ലാതെ കാത്തു വെച്ചില്ല. നരസിംഹ മേത്ത, അയാളുടെ പേര് നരസിംഹ മേത്ത. അടുത്ത ചോദ്യം, അതായത് 12ാമത്തെ ചോദ്യം. ഗാന്ധിജിയെ നാഥറാം ഗോഡ്സെ വെടിവെച്ച് നിങ്ങൾക്ക് അറിയാം അല്ലേ? നാഥറാം ഗോഡ്സെ ഗാന്ധിജിയെ വെടിവെക്കാൻ ഉപയോഗിച്ച തോക്കിന്റെ പേരെന്താണ്? ഏത് തരം തോക്ക് ഉപയോഗിച്ചാണ് ഗാന്ധിജിയെ നാഥറാം ഗോഡ്സെ വെടിവെച്ചത്? അതുമായി ബന്ധപ്പെട്ട് പ്രശസ്തമായ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ആ പേരിൽ, ആ തോക്കിന്റെ പേരാണ്, ആ പുസ്തകത്തിന്റെ പേര്. നിങ്ങൾ വായനയിൽ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ആ പേര് അറിഞ്ഞിരിക്കും. അടുത്ത ചോദ്യം, അതായത് 13ാമത്തേതായിരിക്കും അല്ലേ? ചോദ്യം 13ാമത്തെ, 12ാമത്തെ. സ്വതന്ത്ര ഇന്ത്യയിൽ 13ാമത്തെ ചോദ്യം. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തി ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യം തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട് അങ്ങനെ തൂക്കിക്കൊല്ലപ്പെട്ട ആളാണ്, വ്യക്തി ആരാണ്? പ്രശസ്തമായ സിനിമയാണ് ഗാന്ധിജിയെ കുറിച്ച്, പ്രശസ്തമായ ഇംഗ്ലീഷ് സിനിമയുടെ ഗാന്ധിജിയെ കുറിച്ച് പ്രശസ്തമായ ഇംഗ്ലീഷ് സിനിമ. ഗാന്ധി എന്നാണ് അതിന്റെ പേര്, ഗാന്ധി. അതിൽ ഗാന്ധിയായി വേഷമിട്ട നടന്റെ പേരെന്താണ്? ഗാന്ധിയായി വേഷമിട്ട നടന്റെ പേര്. ഗാന്ധി സിനിമയിൽ ഗാന്ധിയായി വേഷമിട്ട നടന്റെ പേര്. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദാണ്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ്? ഇപ്പോഴത്തെ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ്? 2026 റിപ്പബ്ലിക് ദിനത്തിൽ പത്മഭൂഷൺ നേടിയ മലയാള സിനിമാ നടൻ ആരാണ്? ഈ വർഷത്തെ പത്മഭൂഷൺ പ്രഖ്യാപനത്തിൽ പത്മഭൂഷൺ നേടിയ മലയാള സിനിമാ നടൻ ആരാണ്? അയാളുടെ പേരെന്താ?
അത് പേപ്പർ വായിച്ച് നോക്കട്ടെ, അല്ലെങ്കിൽ ന്യൂസ് ചാനലോ. 14, 15, 17, 19, 20, 25, 26. ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരായിരുന്നു? ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരായിരുന്നു? ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിസ്ഥാനമിട്ടത് 1757 പ്ലാസിയുകാർ പറയാം. ബംഗാൾ നവാബായ സിറാജ് ദൗളയാണ് ബ്രിട്ടീഷുകാരെ ഏറ്റുമുട്ടിയത്. അവിടെ ചതിവിലൂടെയാണെങ്കിലും സിറാജ് ദൗള പരാജയപ്പെട്ടു. ആ യുദ്ധത്തിൽ, പ്ലാസി യുദ്ധത്തിൽ ബംഗാൾ നവാബായ സിറാജ് ദൗളയെ പരാജയപ്പെടുത്തിയ ഇംഗ്ലീഷ് സേനാനായകൻ ആരായിരുന്നു? ആ ഇംഗ്ലീഷ് സൈന്യത്തെ നയിച്ചത് ആരായിരുന്നു? ഇതൊരു പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിൽ ആദ്യമായി ഇംഗ്ലീഷ് ഭരണത്തിന് തുടക്കമിട്ട യുദ്ധം പ്ലാസി യുദ്ധം. വലിയ ഒരു വിളംബരം നടത്തി അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവ്, ചിത്തിര തിരുനാൾ മഹാരാജാവ്. ക്ഷേത്രപ്രവേശന വിളംബരം എന്നാണ് അതിന് പറയാം. ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് എങ്ങനെയായിരുന്നു? ക്ഷേത്രപ്രവേശന വിളംബരത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് എങ്ങനെയായിരുന്നു? അവസാനത്തെ ചോദ്യം. നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിൽ പാർലമെന്റ് ഉണ്ടായി അല്ലേ? മന്ത്രിസഭ ഉണ്ടായി, പാർലമെന്റ് 2 മണ്ഡലം ഉണ്ടായി, ലോകസഭ, രാജ്യസഭ, അതെല്ലാം ഭരണഘടനയിലുണ്ടാവും. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പാർലമെന്റ്, അതായത് ലോകസഭയാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ലോകസഭ നിലവിൽ വന്നത് എന്നായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ലോകസഭ നിലവിൽ വന്നത് എന്നായിരുന്നു? കൊല്ലം വേണം, മാസം വേണം, ദിവസം വേണം? ഞാൻ തൊഴുന്ന കോവിലിലെ ദേവിയാണവൾ, ഞാൻ കൊതിക്കും ദേവലോകറാണിയാണവൾ. ഞാൻ തൊഴുന്ന കോവിലിലെ ദേവിയാണവൾ, ഞാൻ കൊതിക്കും ദേവലോകറാണിയാണവൾ. കൂടുതൽ മാർക്ക് വാങ്ങിയ 2 പേർക്കുള്ളൊരു ടൈ ഉണ്ടായിരുന്നു. പക്ഷെ അത് 2 പേരും ഇങ്ങോട്ട് വന്നിരുന്നാലും സൗകര്യമായിരുന്നു. ഫ്രണ്ടിലേക്കാ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയുണ്ടായി, പാകിസ്ഥാനുണ്ടായി, 2 രാജ്യങ്ങൾ. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം 1950 ജനുവരി 26. നമുക്കറിയാം അല്ലേ? പാകിസ്ഥാന്റെ റിപ്പബ്ലിക് ദിനം ഏത് വർഷമാണ് തുടങ്ങിയത്? പാകിസ്ഥാൻ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? ഒന്നിട്ട് എഴുതിയാൽ മതി, ടൈം ബ്രേക്കർ. രണ്ടാമത്തെ ചോദ്യം. ഭരണഘടനാ പദവി അനുഭവിച്ചിരുന്നു
അത് ഈ അടുത്ത കാലത്ത് അത് റദ്ദാക്കി. ഭരണഘടനയിലെ ഏത് വകുപ്പാണ് അങ്ങനെ റദ്ദാക്കപ്പെട്ടത്? ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി ഭരണഘടനയിലെ ഏത് വകുപ്പിലായിരുന്നു? അത് റദ്ദാക്കി. അതേത് വകുപ്പാണ്? സഭയിലെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി ആരാണ്? ആഭ്യന്തരമന്ത്രിയാണ് ഇത് റദ്ദാക്കാൻ നേതൃത്വം കൊടുക്കുന്നത് അല്ലേ? ഇതാരാണ്? അയാളുടെ പേര് എഴുതിയാ? രണ്ടാൾ എഴുതിയാ? അമിത്ഷാ എഴുതിയില്ല. രണ്ടാൾ എഴുതി. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളുകൾ ഏത് മുതൽ ഏത് വരെയാണ്? പറയട്ടെ. ഇതിലെ 12 മുതൽ 35 വരെ. ഇല്ല, ഒരാളെ എഴുതി. ഇപ്പോൾ നമുക്കറിയാം പ്രായപൂർത്തി വോട്ടവകാശം 18 വയസ്സിലാണല്ലേ? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ പ്രായപൂർത്തി വോട്ടവകാശം എത്രാം വയസ്സിലായിരുന്നു? ഏത് വയസ്സിലാണ്? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ പ്രായപൂർത്തി വോട്ടവകാശം ലഭിക്കുന്നത് ഏത് പ്രായം പൂർത്തിയാകുമ്പോഴായിരുന്നു? വളരെ നല്ല ഒരു മത്സരം കാഴ്ചവെച്ച എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. മത്സരത്തിൻ്റെ ഫലം ഇവിടെ അനൗൺസ് ചെയ്തിരുന്നാൽ പറയാതെ ഒന്നാം സ്ഥാനം കിട്ടിയത് സൂരിമ NK ആണ്. സൂരിമ NK സൂരിമക്ക് അഭിനന്ദനം. 17 മാർക്കാണ്. രണ്ടാമത്തേത് 1 മാർക്കിന് നിഷയാണ്. നിഷയ്ക്ക് അഭിനന്ദനം. മൂന്നാം സ്ഥാനം കിട്ടിയത് മേഘനയാണ്. 11 മാർക്കാണ് കിട്ടിയത്. മേഘനയുടെ ശരി, മേഘനക്കാണ്. മേഘന സ്ഥിരമായി കിസിൻ്റെ മകളുണ്ടല്ലേ? ക്വിസ് മത്സരത്തിൽ പങ്കെടുത്ത സീനിയറായ 2-3 പേരുണ്ടായിരുന്നു. അപ്പോൾ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ കാണിച്ച അവരുടെ എന്താ പറയുക, അവരുടെ ആ വലിയ മാമൻസിന് ഒരു പ്രത്യേക സമ്മാനം കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ മൈത്രി ചേച്ചിയാണ്. ജസ്റ്റ് നമ്പർ പ്രായം വെറും എന്താ പറയുക നമ്പർ മാത്രമാണെന്ന് വിളിച്ചു കൊടുക്കും. ഇതാ ഒന്ന് കൊടുത്ത സർക്കാരിനെ കൊടുക്കുക. അവിടെ പോയി സമ്മാനം കൊടുക്കും. ആ സമ്മാനം കൊടുക്കും. മൈത്രി വെച്ചിട്ടില്ല. ഗീത മൂന്നാം സമ്മാനം നേടിയ മേഘനയ്ക്ക് ലിലീഷ് ഹോട്ടല് സ്പോൺസർ ചെയ്യുന്ന 250 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറാണ്. മേഘന ഋഷിക്ക് ലീഫ് മെഡിക്കൽ സെന്റർ മൊകേരി സ്പോൺസർ ചെയ്യുന്ന ഹെൽത്ത് പാക്കേജാണ്. 499 രൂപ വിലയുള്ള ഹെൽത്ത് പാക്കേജാണ് സമ്മാനം കിട്ടിയിരിക്കുന്നത്. അതായത് നമ്മുടെ മുഹമ്മദ് സ്പോൺസർ ചെയ്യുന്ന 1000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറാണ് സൂര്യമ നേടിയിരിക്കുന്നത്. സൂര്യമയുടെ കഴിവിനും വിജയത്തിന് പ്രത്യേകം ആശംസകൾ. മത്സരത്തിൽ വിജയിച്ച ആളുകൾക്കുള്ള സമ്മാനമാണ് ഈ വേദിയിൽ വെച്ച് അടുത്തതായി നൽകുന്നത്. നമ്മുടെ റിപ്പബ്ലിക് ഡേ ക്വിസ് മത്സരത്തിന്റെ വിജയികൾക്കുള്ള സമ്മാനം നമ്മുടെ സ്വന്തം മാമൻസ് മാർക്കറ്റ് വേദിയിൽ വെച്ച് നിർവഹിക്കുകയാണ്. ഈ പരിപാടിയോട് സഹകരിച്ച മുഴുവൻ ആളുകൾക്കും മാമൻസിന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഷാർവിൻ ഷൈനി, നല്ലൊരു കൈയടി കൊടുത്ത് എല്ലാവരും. നിങ്ങളുടെ കൈയടിയാണ് നമ്മുടെ കൊച്ചു മിടുക്കന്മാരുടെയും മിടുക്കളുടെ ഒക്കെ പ്രോത്സാഹനം എന്ന് പറയുന്നത്. താങ്ക് യു. ആരാധ്യമുള്ള കൈയടിക്കൂ എല്ലാവരും. ചേട്ടന്മാരെ ചേച്ചിമാരെ നല്ലൊരു കൈയടി കൊടുത്ത് എല്ലാവരും നല്ലൊരു കൈയടി തന്നെ.
ഓക്കെ താങ്ക് യു. ആശംസകളും നേരുകയാണ് മാമൻസ് മാർക്കറ്റ് മുഖേരിയുടെ. ഓക്കെ, ആദ്യ നറുക്കെടുപ്പ് എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. FKC കോക്കനട്ട് ഓയിൽ സ്പോൺസർ ചെയ്യുന്ന വെളിച്ചെണ്ണ കുമാരൻ പി. ആദ്യ സമ്മാനം ലഭിച്ചിരിക്കുന്നത് കുമാരൻ പി. രണ്ടാമത്തെ നറുക്കെടുപ്പ് ഗോൾഡ് ബിരിയാണി റൈസിനുള്ള നറുക്കെടുപ്പാണ്. രണ്ടാമത്തേത് നിങ്ങൾ ഏവരും കാത്തിരിക്കുന്നത് ആർക്കാണ് എന്നുള്ളതാണ് അല്ലെ. അല്പസമയത്ത് നമ്മുടെ വേദിയിൽ വെച്ച അല്ലെ കൈ നിറയെ സമ്മാനമാണ് നമ്മുടെ മാമൻസ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. കുഞ്ഞമ്മദ് അഡ്വാഡ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നത് ക്വസ്റ്റ്യനുകൾ ജനങ്ങളിലേക്ക് ഇത്രക്കാരും ഇറങ്ങി നിൽക്കാൻ കാരണം മാമൻസിന്റെ ഇങ്ങനെ ഓരോരുള്ള പ്രത്യേകതയാണ്. ഒറ്റ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, മാമൻസിന്റെ ടൈമിംഗ് എപ്പോഴാണ്? ഓപ്പൺ ക്ലോസിംഗ് ടൈം എപ്പോഴാണ്? അറിയാവുന്നവർ കൈവന്തിക്കും. പറയൂ. 9 മണി മുതൽ 9 മണി വരെയോ? അല്ല, 3:30 തെറ്റാണ്. തെറ്റാണ്. 8 നല്ലൊരു കൈയ്യടി എടുത്ത് എല്ലാവരും നല്ലൊരു കൈയ്യടി എടുക്കുക. പേരെന്താ? ആഷ്ലിനാണ് സമ്മാനം ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ സ്പോർട്സ് സ്റ്റാറിന്റെ ക്യാപ്റ്റനും കൂടിയാണ് നമ്മുടെ ആഷ്ലിൻ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു. പ്രോഡക്റ്റുകൾ ആദ്യമായിട്ട് ഇറങ്ങുന്നത് മാമൻസ് അവിലാണ്. മാമൻസ് മട്ട അവിൽ ഫെബ്രുവരി മാസത്തിൽ പുറത്തിറങ്ങും. അതിൻ്റെ ഗ്രാൻഡ് ലോഞ്ചിങ് ഫെബ്രുവരി മാസത്തിൽ ഉണ്ടായിരിക്കും. അന്നും എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും പ്രതീക്ഷിക്കുന്നു. മാർക്കറ്റിൽ അവിൽ തുടങ്ങി അങ്ങോട്ട് ഓരോ പ്രോഡക്റ്റും മാമൻസ് പ്രോഡക്റ്റായിട്ട് വരുന്നതായിരിക്കും. അത് നിങ്ങളെ ഔദ്യോഗികമായിട്ട് അറിയിക്കുകയാണ്. ഓക്കെ, മൂന്നാമത്തെ സമ്മാനം എടുക്കുകയാണ്. ഓക്കെ, താങ്ക് യു ആൾ. നമ്മുടെ മൂന്നാമത്തെ ലാസ്റ്റ് നറുക്കെടുപ്പ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ മെമ്പർക്കാണ്. ഷീന കെ. മാമൻസ് മാർക്കറ്റ് മുഖേനയിരിക്കുന്ന ഒട്ടനവധി സമ്മാനങ്ങളും ഓഫറുകളുമായി ഈ റിപ്പബ്ലിക് ഡേയിൽ എത്തിയിരിക്കുകയാണ്. ഏവരെയും നിങ്ങളുടെ ഷോപ്പിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. നിർവൃതിയോടെ പുണരാൻ ജന്മാന്തരത്തിൻ പുണ്യം പോലെ ഏതോ ബന്ധം പോലെ നെഞ്ചിൽ കനക്കുന്നു മോഹം. മേലെ മേലെ മാനം നീളെ മഞ്ഞിൻ കൂടാരം. അതിലാരോ നിറദീപം ചാത്തുന്നു. തൊഴുന്നേ ഞാൻ തിരുനാഗക്കളയിട്ട തൃപ്പാദം. നമ ശിവായ നമ ശിവായ നമ ശിവായ. കളഭമൊഴുക്കാപ്പു ചാർത്തിയ തിരുമേനി കണി കാണാൻ വരും നേരം. കാലത്ത് കണി കാണാൻ വരും നേരം. തരുമോ തൊഴുകൈ കുമ്പിളിലെനിക്ക് തിരുമോടിപ്പുഴയിലെ. താങ്ക് യു ശങ്കർജി, താങ്ക് യു ലിജി. നിറയെ സമ്മാനങ്ങളുമായി ജനഹൃദയങ്ങളിലേക്ക്
എത്തും നമ്മുടെ മാമൻസ് മാർക്കറ്റ് മുഖേരി. ഇതിനാ നന്ദി പറയാൻ വേണ്ടി നമ്മുടെ കുട്ടേട്ടനെ പങ്കെടുത്ത മത്സരത്തിൽ പങ്കെടുത്തവർക്കും നടത്തിയ പ്രബൽ മാസ്റ്റർക്കും എല്ലാം നമ്മുടെ പാട്ടുപാടി സഹകരിച്ച എല്ലാവർക്കും അതുപോലെ നമ്മുടെ ഓഫർ പ്രമാണിച്ച് ഇവിടെ എത്തിയവരും അല്ലാത്തവരും എല്ലാവരും ഡെയിലി കസ്റ്റമർക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നു.